എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഹിന്ദി ടോക്സ്. ഇന്ന് ആദ്യമായി ഒരാളെ കാണുകയാണ്, അവരുമായി നമ്മളൊരു കോൺവെർസേഷൻ ചെയ്യുകയാണ്. അപ്പോൾ ഹിന്ദിയിൽ നമ്മളതെങ്ങനെയാണ് സംസാരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾക്ക് സുഖമാണോ, ഹൗ ആർ യു എന്നുള്ള ആ ഒരു സെൻറ്റൻസ് അത് നമ്മൾ ഹിന്ദിയിൽ എങ്ങനെയാണ് പറയുന്നതെന്ന് നോക്കാം. തും കൈസേ ഹേ, തും കൈസേ ഹേ, തും കൈസേ ഹേ ഓർ ആപ് കൈസേ ഹേ, ആപ് കൈസേ ഹേ. തും അല്ലെങ്കിൽ ആപ് ഇത് എവിടെയാണ് ചേർക്കുക എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് മുതിർന്നവരോട് ചോദിക്കുമ്പോൾ നമ്മൾ ആപ് എന്ന് പറയുന്നു. നോർമലി തും എന്ന് തന്നെ നമുക്ക് ചോദിക്കാം. തും കൈസേ ഹേ. അപ്പോൾ നിങ്ങൾക്ക് സുഖമാണോ എന്നുള്ളത് തും കൈസേ ഹേ എന്ന് ചോദിച്ചു. ഇനി നമ്മൾ അതിന് ആൻസർ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. എനിക്ക് സുഖമാണ്, ഐ ആം ഫൈൻ. മേം അച്ഛാ ഹൂം, മേം അച്ഛാ ഹൂം, മേം അച്ചി ഹൂം. ഞാൻ രണ്ട് സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. മേം അച്ഛാ ഹൂം, മേം അച്ചി ഹൂം. ഇത് ഇത്രയേ ഉള്ളൂ. മേം അച്ഛാ ഹൂം എന്ന് പറയുന്നത് പുല്ലിംഗവും മേം അച്ചി ഹൂം എന്ന് പറയുന്നത് സ്ത്രീലിംഗവും. ഒരു മെയിൽ വേർഷനാണ് സംസാരിക്കുന്നതെങ്കിൽ മേം അച്ഛാ ഹൂം എന്ന് പറയുന്നു. ഫീമെയിൽ വേർഷൻ ആവുമ്പോൾ മേം അച്ചി ഹൂം എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ തും കൈസേ ഹേ, മേം അച്ഛാ ഹൂം और മേം അച്ചി ഹൂം. ഓക്കെ, തും കൈസേ ഹേ, മേം അച്ഛാ ഹൂം, മേം അച്ചി ഹൂം. ഓക്കെ, നെക്സ്റ്റ്, താങ്കൾ അല്ലെങ്കിൽ നിങ്ങൾ എവിടെ നിന്ന് വരുന്നു. വേർ ഡിഡ് യു കം ഫ്രം. നിങ്ങൾ എവിടെ നിന്ന് വരുന്നു അല്ലെങ്കിൽ താങ്കൾ എവിടെ നിന്ന് വരുന്നു. ഇത് നമ്മൾ ഹിന്ദിയിൽ തും കഹാം സേ ആത്തേ ഹേ, തും കഹാം സേ ആത്തേ ഹേ. നിങ്ങൾ കഹാം സേ എവിടെ നിന്നും വരുന്നു, ആത്തേ ഹേ ഓർ ആപ് കഹാം സേ ആത്തേ ഹേ. അതിനുള്ള ആൻസർ ഞാൻ കേരളത്തിൽ നിന്നും വരുന്നു. നമ്മൾ ഏത് സ്ഥലമാണോ അത് അവിടെ യൂസ് ചെയ്യാം. ഏത് പ്ലേസ് ആണോ അതവിടെ നിങ്ങൾ യൂസ് ചെയ്യാം. ഞാൻ കേരളത്തിൽ നിന്നും വരുന്നു, ഐ കം ഫ്രം കേരള എന്ന് പറയുന്നുണ്ട്. ഇത് നമ്മളെ ഹിന്ദിയിൽ മെയിൻ കേരള സേ ആത്താ ഹൂം, മെയിൻ കേരള സേ ആത്താ ഹൂം, മെയിൻ കേരള സേ ആത്താ ഹൂം. ഞാൻ കേരളത്തിൽ നിന്നും വരുന്നു. മേം കേരള സേ ആത്തി ഹൂം, ഞാൻ കേരളത്തിൽ നിന്നും വരുന്നു എന്ന് പറയുന്നുണ്ട്. അവിടെ ആത്തി എന്ന് വരാൻ കാരണം ഞാൻ പറഞ്ഞായിരുന്നു, സ്ത്രീലിംഗം പുല്ലിംഗം. ഓക്കെ, സ്ത്രീകൾ സംസാരിക്കുമ്പോൾ ആത്തി ഹൂം എന്ന് വരുന്നു. അത് പുരുഷന്മാർ സംസാരിക്കുമ്പോൾ ആത്താഹൂം എന്നാണ് ആൻസർ ചെയ്യേണ്ടത്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം തന്നെ നമുക്ക് വളരെ കറക്റ്റായിട്ട് ഹിന്ദി സ്പീക്കിംഗ് നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, തും കഹാം സേ ആത്തേ ഹേ, മേം കേരള സേ ആത്താ ഹൂം, മേം കേരള സേ ആത്തി ഹൂം. ഓക്കെ, നെക്സ്റ്റ്, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് അല്ലെങ്കിൽ താങ്കൾ എവിടെയാണ് താമസിക്കുന്നത്. വേർ ഡു യു ലിവ്. ഹിന്ദിയിൽ തും കഹാം രഹത്താ ഹേ അല്ലെങ്കിൽ ആപ് കഹാം രഹത്താ ഹേ. ശ്രദ്ധിച്ചോളൂ, തും കഹാം രഹത്താ ഹേ, തും കഹാം രഹത്താ ഹേ എന്ന് ചോദിച്ചു. ഞാൻ മുംബൈയിൽ താമസിക്കുന്നു, ഐ ലിവ് ഇൻ മുംബൈ. മേം മുംബൈ മേം രഹത്താ ഹൂം, മേം മുംബൈ മേം രഹത്താ ഹൂം. അല്ലെങ്കിൽ മേം മുംബൈ മേം രഹത്തി ഹൂം. ഞാൻ മുൻപ് പറഞ്ഞു,
ലേഡീസാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ലേഡീസാണ് ആൻസർ ചെയ്യുന്നതെങ്കിൽ മെയിം മുംബൈ മെയിം രഹത്തി ഹും. രഹത്ത എന്നുള്ളവിടെ രഹത്തി, അത്രേ ഉള്ളൂ. ജസ്റ്റ് ഒരു വേർഡ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നത് മാത്രം. ഏതാണോ നിങ്ങളുടെ പ്ലേസ് അവിടെ ആ ഒരു മുംബൈൻ്റെ പകരം ആ ഒരു പ്ലേസ് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. മെയിം മുംബൈ മെയിം രഹത്താഹും. ഓക്കെ, ഒന്നുകൂടെ നമുക്ക് നോക്കാം. തും ഓർ ആപ്പ് കഹാം രഹത്താ ഹേ. തും ഓർ ആപ്പ് കഹാം രഹത്താ ഹേ. मैं मुंबई में रहता हूँ. मैं मुंबई में रहती हूँ. मैं मुंबई में रहती हूँ. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ മേം ആദ്യം തന്നെ മേം, അതായത് ഞാൻ എന്ന് പറയുന്ന ആ ഒരു മേം എന്ന് പറയുന്നൊരു വാക്ക് വരുമ്പോൾ നമ്മൾ എൻഡ് ചെയ്യുന്നതിൽ ഹേ എന്ന് ചേർക്കുന്നില്ല ഒരിക്കലും. ഹും എന്നാണ് നമ്മൾ ചേർക്കുക. മേം ഫസ്റ്റ് വരുമ്പോൾ ഹും എന്നായിരിക്കും ലാസ്റ്റ് എൻഡ് ചെയ്യുന്നത്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, കുറേ നമ്മളിത് റിപ്പീറ്റായി കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മളത് മനസ്സിലാക്കിയെടുക്കും, നമുക്ക് സംസാരിക്കാനും പറ്റും. ഇത് ഒന്നില്ലെങ്കിൽ നമ്മൾ മൈൻഡിൽ തന്നെ അത് പറയാം, അല്ലെങ്കിൽ നമുക്ക് ഉറക്കെ തന്നെ അത് അതിനനുസരിച്ച് ക്വസ്റ്റ്യനും ആൻസറും ഒപ്പം വായിച്ച് കൊണ്ടുപോവാം. അതല്ലെങ്കിൽ നമ്മളൊരു മിറർ പ്രാക്ടീസ്, അതായത് ഒരു കണ്ണാടി മുമ്പ് വെച്ചിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം, നമ്മൾ തന്നെ അതിന് ആൻസർ ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഹിന്ദിയിൽ സംസാരിക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് കുറച്ച് വിശേഷങ്ങളായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.